ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര തൻ്റെ മകനോട് സംസാരിക്കണം എന്നുള്ള ഒരു ഇതുമായിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്താണ് അനിരുദ്ധ് പറയുന്നത്, അമ്മ ഇപ്പോൾ പോയി സംസാരിക്കേണ്ട, അമ്മ ഇപ്പോൾ പോയി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത്. അതെന്താ, ഞാൻ എൻ്റെ മോനോട് സംസാരിക്കണ്ടേ? ഇനിയും ആ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല, എങ്ങനെയും ആ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അമ്മ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് മകൻ സുമിത്രയെ പറഞ്ഞു വിടുക. ഇത് കഴിഞ്ഞ് പേടിച്ചു വിറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുന്ന അനന്യക്കരികിലേക്ക് അനിരുദ്ധ് ചെന്നു. അപ്പം നീ ഇതെന്ത് മണ്ടത്തരമായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. മണ്ടത്തരമൊന്നുമല്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്നും എൻ്റെ മോളെ എനിക്ക് വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പം ഇപ്പം നീ ശരിക്കും പറഞ്ഞ പ്രതീക്ഷിനെ പ്രലോഭിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. വളരെ മാന്യമായി അല്ലെങ്കിൽ സ്നേഹത്തോടെ അവനോട് ഇടപെട്ട് വേണം കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാൻ. അങ്ങനെ വേണം അവനെ നമ്മുടെ പരിധിക്ക് കൊണ്ടുവരാനായിട്ട്. അല്ലാതെ നീ ഈ കാണിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങൾക്ക് നടപ്പുണ്ടാവില്ല, തീരുമാനം ഉണ്ടാവില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിയാണല്ലോ അനന്യയ്ക്ക് മനസ്സിലായി. അപ്പോൾ അനന്യ പറഞ്ഞു, ശരി ഞാൻ നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യാം, പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ അല്ലെങ്കിൽ എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രമായിരിക്കില്ല ജീവിതം നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് അനിയനോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ അതിലെന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞു കിടപ്പില്ലേ? എന്താണെങ്കിലും പ്രതീക്ഷ മറ്റാരോടും പറയാൻ പറ്റാത്തൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതും കൊലപാതകം. ആരെ കൊന്നു, എങ്ങനെ കൊന്നു, എന്തിനു കൊന്നു എന്നുള്ളത്. ആ കൊന്നത് വേറെ ആരെയല്ല, നമ്മുടെ സഞ്ജനയെ തന്നെയാണ്. പക്ഷെ അതെങ്ങനെയാണെന്നുള്ളത് വഴിയെ സുമിത്ര കണ്ടുപിടിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളതാണ് കാര്യങ്ങൾ വരണത്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുമിത്ര ഇങ്ങനെ മുറിയിൽ പോയി വിഷമിച്ചിങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ സരസ്വതി അമ്മ ശീതളിനോട് പറയുകയാണ്, മോളെ ദേ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. ഇവിടെ ഇവൻ്റെ അടുത്ത് ജീവിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ നമ്മളെ കൊല്ലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് കഴിയില്ല അച്ഛമ്മേ. ഇവിടെ കിടന്ന് തീരാനാണ് നമ്മുടെ വിധി എന്ന് പറയുമ്പോൾ അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്ന് അച്ഛമ്മ ശീതളിനോട് ചോദിച്ചു. അങ്ങനെ അവൻ്റെ കൈകൊണ്ട് ചാവാനായിട്ടൊന്നും അല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല നീയും അതിനു വേണ്ടിയിട്ടല്ല, നീ ആരും ഇല്ലാത്തവളൊന്നും അല്ല, നിനക്ക് എല്ലാവരും ഉണ്ട്. അങ്ങനെ അവൻ ഇവിടെ ഇട്ട് തല്ലിക്കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ അവൻ്റെ വേല ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല. ചോദിക്കാനും പറയാനൊക്കെ ആളുള്ള കുട്ടി തന്നെയാണ് നീ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ ഇങ്ങനെ ശീതളിനോട് പറഞ്ഞു. അങ്ങനെ നമുക്കിവിടെ നിന്ന് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ശീതളിനോട് സരസ്വതിയമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ശീതളി ചോദിക്കുന്നത്, എങ്ങോട്ട് പോകാനാ അച്ഛമ്മേ? ആരെ വിശ്വസിച്ചാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നതെന്നൊക്കെ ചോദിച്ചു. നിനക്ക് നിന്റെ അമ്മയെ വിശ്വാസം ഇല്ലേ എന്ന് സരസ്വതിയമ്മ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ എന്ത് അവസ്ഥയിലാണ് കടന്നു പോകുന്നതെന്ന് നന്നായി തന്നെ അച്ഛമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ അച്ഛമ്മ അതിനെപ്പറ്റി ഇങ്ങനെ പറയണേ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നും കൊച്ചുമകൾ അച്ഛമ്മയോട് പറയുന്നു. അതൊന്നും നീയല്ല തീരുമാനിക്കുന്നത്, നോക്കിക്കോ, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ ഭ്രാന്തൻ്റെ കയ്യിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് സരസ്വതിയമ്മ ഇങ്ങനെ പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സച്ചിനാണെങ്കിൽ അവിടെ മൂട് ഭ്രാന്തനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അലഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സച്ചിനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൂട്ടിയാലേ ഒരു സമാധാനം ആവുകയുള്ളൂ എന്നുള്ളൊരു മൈൻഡിലേക്കായി സച്ചിൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സച്ചിൻ എന്നിട്ട് ഇങ്ങനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ തലയ്ക്ക് ഭ്രാന്തെടുത്ത് ആലോചിച്ച് ഇങ്ങനെ നടക്കുക. ഈ സമയത്താണ് നമ്മുടെ സുമിത്ര ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി അവിടെ ഇരിക്കുന്ന സമയത്ത് പ്രതീക്ഷ താഴേക്ക് ഇറങ്ങി വരുന്നത്. പ്രതീക്ഷ എവിടെയോ പോകാൻ വേണ്ടി ഇറങ്ങി വന്നത്. അപ്പോൾ പ്രതീക്ഷ ഇറങ്ങി വന്നപ്പോൾ സുമിത്രയെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങുമ്പോൾ മോനെ എന്ന് പറഞ്ഞ് സുമിത്ര ഇങ്ങനെ വിളിച്ചു. ഇഷ്ടമല്ലാത്ത ഇതിൽ സുമിത്രയുടെ അടുത്ത് തന്നെ നിൽക്കുക. എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ, നീ എന്താടാ വന്നിട്ട് അമ്മയോടൊന്നും മിണ്ടുപോലും ചെയ്യാതിരുന്നത്, നീ എന്തിനാ മുറിയിൽ കയറി കഥ കടച്ചെന്ന് ചോദിച്ചപ്പോൾ, എനിക്കെന്താ എൻ്റെ വീട്ടിൽ മുറിയിൽ കയറി ഇരിക്കാൻ പോലുള്ള അവകാശമില്ലേ? അതും ഇനി നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നിഷേധിച്ചോ? ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശല്യമായെന്നും ബാധ്യതയായെന്നും ഒക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പ്രതീക്ഷ പറയുമ്പോൾ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് സുമിത്ര ചോദിച്ചു. മതി, കൂടുതൽ എൻ്റെ മുന്നിൽ ആരും അഭിനയിച്ച് തകർക്കണമെന്നില്ല. എല്ലാവരുടെയും ഉള്ളിലിരിപ്പും എല്ലാവരുടെയും മനസ്സിലെ ഉദ്ദേശങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആരും എൻ്റെ മുന്നിൽ കൂടുതൽ അഭിനയിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത് അനിരുദ്ധ പറഞ്ഞപ്പോൾ ഒരു തെറ്റിദ്ധാരണയില്ല, ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും എല്ലാവരുടെയും മനസ്സിൽ എന്തൊക്കെയാണെന്നും എനിക്കറിയാം. പക്ഷേ ഇപ്പം ഞാനൊന്നും മിണ്ടുന്നില്ലെന്ന് കരുതി ആരും അതൊരിതായിട്ട് എടുക്കണ്ട, എല്ലാവർക്കും ഉള്ളത് ഞാൻ തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ ഇങ്ങനെ പറയാം. അപ്പോൾ സുമിത്ര മിണ്ടാൻ തുടങ്ങിയപ്പോൾ, വേണ്ട, എനിക്ക് നിങ്ങളുടെ ആരുടെയും ഒന്നും കേൾക്കണ്ടെന്നും പറഞ്ഞ് എൻ്റെ കാര്യത്തിൽ നിങ്ങളാരും തലയിടാനും വരണ്ട, എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയേ വേണ്ട. എന്ത് ചെയ്യണം, എവിടെ പോകണം, എന്തെടുക്കണം എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ നമ്മുടെ രഞ്ജിതയുടെ കാര്യം സുമിത്ര പറയാൻ തുടങ്ങിയത്. പക്ഷെ അതിനൊന്നും പ്രതീക്ഷ സമ്മതിച്ചില്ല. ആരും എൻ്റെ കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞാൽ ഇടപെടണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് പ്രതീക്ഷ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സുമിത്ര നേരം വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അനിരുദ്ധ് പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അവൻ്റെ ഉള്ളിലെ ആ ഒരു വല്ലാത്ത അവസ്ഥയാണ് അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്, അതൊക്കെ മാറും അമ്മേ, പയ്യെ നമുക്ക് അവനെ മാറ്റിയെടുക്കാമെന്ന്. അപ്പോൾ സുമിത്ര പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ മോനെ
എനിക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന്. കാരണം രഞ്ജിത്ത് അത്രത്തോളം വിഷമാണ് അവൻ്റെ ഉള്ളിൽ കുത്തിവെച്ചിരിക്കുന്നത്, അതിൽ നിന്ന് അവൻ ഇറങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും എന്ന് സുമിത്ര അന്നേരം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ രഞ്ജിതയുടെ വീട്ടിലേക്ക് പൂജ ചെല്ലുന്നു. പൂജയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉയ്യോ എന്തൊരു സ്നേഹമാണെന്ന് ചോദിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സ്നേഹം. ആ പൂജമോളെ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ആൻറ്റിയും മോളും കൂടെ ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും. ആ സമയത്ത് സുമിത്ര ഇന്ന് വീട്ടിൽ വന്നതിനെ പറ്റിയും സുമിത്രയും അതുപോലെ രഞ്ജിതയും കൂടി സംസാരിച്ചതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പൂജയോട് പറയുക. അപ്പോൾ പൂജയാണെങ്കിൽ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ രഞ്ജിതയോട് പറഞ്ഞല്ലോ. അപ്പം രഞ്ജിതയ്ക്ക് ഏകദേശം ഒരു ഐഡിയയും കിട്ടിക്കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആൻറ്റിയും മോളും കൂടെ സംസാരിക്കുമ്പോൾ സുമിത്ര ഇവിടെ വന്നിരുന്നെന്നും സുമിത്ര ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെന്നും സുമിത്രയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ എന്ത് നല്ലത് വിചാരിച്ചിട്ടും കാര്യമില്ല, അവൾ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോള് അവിടെ താമസിക്കും തോറും എന്നോടുള്ള ദേഷ്യം ഇപ്പോൾ മോൾ എൻ്റെ അടുത്ത് ഉണ്ടെന്നുള്ള കാര്യം അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി അവിടെ താമസിക്കും തോറും മോളോടുള്ള ആ ഒരു അവളുടെ ആറ്റിറ്റ്യൂഡ് മാറും, മോൾക്കതൊരു വളരെ ദോഷമായിട്ട് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രഞ്ജിതയോട് പൂജ സംസാരിക്കുക. അത് കഴിഞ്ഞപ്പം അതൊക്കെ വിട്, എന്തായാലും സാരമില്ല, സുമിത്രയെ നമുക്ക് വഴിയെ മാറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ ഭയങ്കര സ്നേഹപ്രകടനം. അത് കഴിഞ്ഞപ്പോൾ പങ്കജ് എന്തേന്ന് ചോദിച്ചു. മോള് പങ്കജിനെ കാണാൻ വന്നതാണ്, അപ്പോൾ മുകളിലേക്കുണ്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനത്തെ നമ്മുടെ പൂജ മുകളിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും രഞ്ജിത അവിടെ നിന്ന് അരവിന്ദനോട് ഇങ്ങനെ എന്നൊക്കെ പറയാനായിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോഴേക്കും നീ എന്തിനാ രഞ്ജു ഇങ്ങനെ പൂജമോളുടെ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ, അവളുടെ കാര്യങ്ങളിലൊന്നും നീ തലയിടാൻ നിൽക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് ഈ അരവിന്ദൻ പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക അരവിന്ദേട്ടാ. അരവിന്ദേട്ടന് അങ്ങനെയൊക്കെ പറയാം, എനിക്ക് അവളെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ? അവള് എൻ്റെ രോഹിത്തേട്ടൻ്റെ മോളാ, അവൾ എൻ്റെ കുട്ടിയാ. എനിക്ക് അവളുടെ ജീവിതം കളയാനോ അല്ലെങ്കിൽ അവളെ കണ്ടില്ലെന്ന് നടിക്കാനോ കഴിയില്ല. എൻ്റെ ജീവൻ കൊടുത്തും എൻ്റെ പൂജമോളെ ഞാൻ സംരക്ഷിക്കും, എൻ്റെ പൂജമോളെ ഞാനാണ് നോക്കേണ്ടത്, എൻ്റെ മോളാവളെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം, ഭയങ്കര ഡയലോഗുകൾ. അപ്പോൾ ഇതെല്ലാം മോളിൽ നിന്ന് നമ്മുടെ പൂജ കേൾക്കുന്നുണ്ട്. അപ്പോൾ പൂജ പോയെന്നോർത്താ ഇവർ പറയുന്നത് എന്ന് പൂജ അങ്ങ് ധരിക്കുന്നു. അപ്പോൾ പൂജയുടെ മനസ്സിലേക്ക് സുമിത്രയെക്കുറിച്ചുള്ള വിഷം കുത്തിവെച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുന്നു. പൂജ മുകളിലോട്ട് ഇത് കേട്ടിട്ട് കയറി പോവുകയും ചെയ്തു. ഇത് കേട്ടിട്ടാണ് പൂജ കയറി പോയെന്നുള്ള കാര്യം വ്യക്തമായും ക്ലിയറായും രണ്ടുപേർക്കും മനസ്സിലായി. എന്നാലും എൻ്റെ രഞ്ജു, നിൻ്റെ അഭിനയം ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു, നീ എന്നെ ഡയലോഗൊക്കെ അടിച്ചത് എന്നും ചോദിച്ചോട്ട് ഇയാളിങ്ങനെ ഭാര്യയോട് പറയണു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റി വർണ്ണിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞപ്പോഴാണ് പങ്കജിനെ കണ്ടിട്ട് നമ്മുടെ പൂജ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പൂജ ഇറങ്ങി വന്ന് ഇവരോട് യാത്ര പറയുമ്പോഴേക്കും എൻ്റെ പൊന്നുമോക്ക് പോകണോ എന്ന് രഞ്ജിത ചോദിക്കുക. അങ്ങനെ സുമിത്രയെക്കുറിച്ച് കുറേ ഇതൊക്കെ പറഞ്ഞു. ഇനി എൻ്റെ മോൾ അവിടെ ചെല്ലുമ്പോൾ നേരിടേണ്ടി വരുന്നത് വലിയ വലിയ പ്രയാസങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി, അമ്മയ്ക്ക് എന്നോട് ഒരിക്കലും അങ്ങനെയൊന്നും പ്രതികരിക്കാൻ കഴിയില്ല, അമ്മയൊന്നും എന്നോട് അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമോൾക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാ. സുമിത്രയുടെ ഉള്ളിൽ പക അത് ഒരുപാട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അമ്മയ്ക്ക് എന്നെ വലിയ സ്നേഹമാണെന്ന് പറയുമ്പം അതൊക്കെ വെറുതെയാ മോളെ. ഈ ലോകത്ത് നിന്നെ എന്നോളം സ്നേഹിക്കാൻ ആർക്കും കഴിയില്ലടി മോളെ, നീ അതൊന്നും മനസ്സിലാക്കാനൊക്കെ പറഞ്ഞു. എനിക്ക് വേണം നിന്നെ, നീ എൻ്റെ പൊന്നു മോളല്ലേ, എൻ്റെ മോൾ ഇവിടുന്ന് പോകരുത്. ആൻറ്റി ഒരു കാര്യം ചോദിച്ചാൽ എൻ്റെ മോള് സത്യം പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിക്കാനെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പൂജ. മോൾക്ക് പങ്കജിന് ഇഷ്ടമല്ലേന്ന് ചോദിച്ചു. അപ്പോൾ പൂജ ഇങ്ങനെ നോക്കിയിട്ടോ. എന്തായാലും സുമിത്ര പറഞ്ഞ കാര്യങ്ങൾ ഏകദേശമൊക്കെ അടുത്തും പിടിച്ച് വരുന്നുണ്ട്. പക്ഷേ പൂജയ്ക്ക് അതൊന്നും വലിയ ഇതായിട്ട് തോന്നുന്നില്ല. എന്തായാലും പൂജയോട് അവസാന നിമിഷം ഒറ്റ കൈ പ്രയോഗം എന്നുള്ള രീതിയിൽ പങ്കജുമായിട്ടുള്ള വിവാഹത്തിനെ പറ്റി രഞ്ജിത അവതരിപ്പിക്കുന്നു, പറയാതെ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എന്തായാലും അവസാനം സുമിത്ര പേടിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നു. നമ്മുടെ രോഹിത്തിൻ്റെ പേരും പറഞ്ഞ് രഞ്ജിത ആ ഒരു ക്രൂരത പൂജയോട് കാണിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളുമായി കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലേ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. വീണ്ടും പുതുപുത്തൻ കഥകളുമായി കാണാം. എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.